നമസ്കാരം. എസ് വി ചാനലിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയെ വേട്ടയാടി ഒരു പരുവമാക്കി അദ്ദേഹത്തെ രോഗബാധിതനാക്കി മാറ്റിയത് CPM ആണ്. ഇതൊരു ചരിത്രപരമായ കള്ളമാണ്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതും ഇല്ലാത്ത അഴിമതി കഥകളെല്ലാം കൊണ്ടുവന്ന് ആ മനുഷ്യൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒടുവിൽ ആ മനുഷ്യനെ അകാല ചരമത്തിലേക്ക് പറഞ്ഞു വിട്ടതും ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഒരുപാട് തെളിവുകളുണ്ട് അതിൻ്റെ പിന്നിലുള്ളത്. എന്താണ് ആദ്യമായി അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ആയുധം? അങ്ങനെ ആ ഒരു ആയുധം കണ്ടുപിടിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതായത് ഏറ്റവും ആദ്യം അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് സോളാർ വിഷയമാണ്. ഈ സോളാർ വിഷയം ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മല്ലയിൽ ശ്രീധരൻ നായർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം കൊടുത്ത ഒരു പരാതി. തനിക്ക് സോളാർ പാനലുകൾ നൽകാം എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ തന്നെ പറ്റിച്ചു. അപ്പോഴാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അഴിമതിയുടെ ചുരുളുകൾ പുറത്തേക്ക് വരുന്നത്. അതിൽ പ്രധാനമായും പിന്നിൽ നിന്നുകൊണ്ട് ഈ സോളാറുമായി ബന്ധപ്പെട്ട് അത് വിതരണം നടത്താനെത്തിയ ആ യുവതിയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇതേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു അത്രേ. അങ്ങനെ ഉമ്മൻചാണ്ടി ആദ്യമായി കുറ്റക്കാരനാകുന്നു. അങ്ങനെ കുറ്റക്കാരനാകുന്ന ആ ഒരു സമയത്താണ് അന്ന് KPCC അധ്യക്ഷനായിരിക്കുന്നത് രമേശ് ചെന്നിത്തല എന്ന നേതാവായിരുന്നു. അതായത് പിന്നീട് ആഭ്യന്തര വകുപ്പിലേക്കും ഒക്കെ എത്തിച്ചേർന്ന, പിന്നീട് പ്രതിപക്ഷത്തേക്കുമൊക്കെ എത്തിയ അതേ രമേശ് ചെന്നിത്തല. അങ്ങനെ രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരിക്കുന്ന കാലത്താണ് ഇങ്ങനെയൊരു പരാതി മുന്നോട്ട് വരുന്നത്. അങ്ങനെ ആ പരാതിയുമായി സർക്കാർ അല്ല എന്നുണ്ടെങ്കിൽ ഇവർ KPCC മുന്നോട്ട് പോകുന്ന സമയം. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം, അതായത് ഈ ആരോപണ വിധേയയായ യുവതി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഒടുവിൽ അവരെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. കാരണം അവർ തെറ്റ് ചെയ്തു. അങ്ങനെ അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്ന ആ കാലഘട്ടത്തിലാണ് പെട്ടെന്ന് 2 പേര് ഒരാളെ കാണാനായി എത്തുന്നു. അന്നത്തെ KPCCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളുടെ അടുത്തേക്കാണ് എത്തുന്നത്. അങ്ങനെ കണ്ടതിന് ശേഷം ഒരു കത്ത് കയ്യിൽ കൊടുക്കുന്നു. ഏകദേശം 22 പേജുകളിലോളമുള്ള ഒരു കത്ത്. ആ കത്തിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അന്ന് KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന അതിയായ മോഹമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു പോകുന്നു. അങ്ങനെ KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ പകരം അവിടേക്ക് രമേശ് ചെന്നിത്തലയെ അവിടെ ഉൾക്കൊള്ളിക്കേണ്ടതിൻ്റെ ഒരു വലിയ ഒരു കടമ ഉമ്മൻചാണ്ടിക്ക് നിർവഹിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി. അങ്ങനെ ഇതായിരുന്നു പ്രധാനപ്പെട്ട കാരണം. അതായത് സോളാർ വിഷയം കോൺഗ്രസ്സുകാർ തന്നെ മെനഞ്ഞെടുക്കുന്നു, കൃത്യമായ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു, ഉമ്മൻചാണ്ടിയെ പലപ്പോഴായി വേട്ടയാടുന്നു, ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. ഇതാണ് അക്ഷരാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്. പിന്നീട് പ്രതിപക്ഷം എന്ന നിലയിൽ നിന്നുകൊണ്ട് അതിനെ ഏറ്റെടുക്കുകയും പ്രതിപക്ഷ നേതാവായിരുന്ന അന്ന് VS അച്യുതാനന്ദൻ അതിനെ കൊണ്ടാടുകയും ചെയ്തു. സ്വാഭാവികമെന്നോണം ഏതൊരു പ്രതിപക്ഷവും ചെയ്യുന്ന കടമ മാത്രമാണ് അന്ന് CPM നിർവഹിച്ചത്. എന്നാൽ അതുകൊണ്ട് മാത്രം ഉമ്മൻചാണ്ടിയോടുള്ള വേട്ടയാടൽ അവസാനിച്ചോ? ഇല്ല. പരസ്യമായി ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്വന്തം അല്ലെങ്കിൽ സ്വന്തം MLAയുടെ വായിൽ നിന്ന് ചീത്തവിളി കേൾക്കുകയും പഴി കേൾക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു ദുരവസ്ഥയും ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്ന് TM ജേക്കബ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ സൈൻ ബോർഡ് അഴിമതിയെക്കുറിച്ച് വ്യക്തമായി ജനങ്ങളെ ബോധിപ്പിച്ചു. അതിനുശേഷം അതും സഭയിലിരുന്നു കൊണ്ട് ഉമ്മൻചാണ്ടി കേൾക്കേണ്ടി വന്ന ഏറ്റവും വലിയ ഗതികേടിനെ കുറിച്ചാണ് പറയുന്നത്. സൈൻ ബോർഡ് അഴിമതിയിൽ ഏകദേശം 35 കോടി രൂപയുടെ അഴിമതി, അതിൻ്റെ കരാർ കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് 35 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് TM ജേക്കബ് സഭയിൽ ഉമ്മൻചാണ്ടിയോട് പറയുന്നു. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഒരു നിയമസഭാ ഉപസമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ എന്ന് വരുന്നു ഉമ്മൻചാണ്ടിയെ നോക്കി വെല്ലുവിളിക്കുന്ന ഒരു സമയം. അന്ന് AK ആന്റണി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പറന്നെത്തി. ഒപ്പം കൊണ്ടുകടന്ന AK ആന്റണി തന്നെ ഏറ്റവും ഒടുവിൽ AK ആന്റണി കരയുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം അവിടെ തിരുനക്കര എത്തിയ സമയത്ത് AK ആന്റണി വല്ലാതെ വിതുമ്പുന്നുണ്ടായിരുന്നു. എൻ്റെ ഉറ്റ സുഹൃത്താണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ചാപല്യമായിരുന്നു, കള്ളത്തരമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, ഈ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ മൊത്തത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒന്നാണ് എന്ന് ഇവിടെ കേരളത്തിൽ വന്നു എന്നുകൊണ്ട് പറയാൻ ആർജവം കാണിച്ച ഒരു നേതാവായിരുന്നു ശ്രീ AK ആന്റണി. അത് ഏറ്റുപിടിച്ചുകൊണ്ട് അന്ന് KPCCയുടെ ഉപാധ്യക്ഷനായിരുന്ന VD സതീശനും അത് ഉറക്കെ പാടിക്കൊണ്ട് നടന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഈ പറയുന്ന ഉമ്മൻചാണ്ടി ആ സർക്കാർ ഇവിടെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം ഇവിടെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ തീവെട്ടിക്കൊള്ളക്കാരനാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന VD സതീശനെയും നമുക്ക് കാണാം. അപ്പോൾ
TM ജേക്കബ് സഭയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. അഴിമതിയില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒരു നിയമസഭാ ഉപസമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തയ്യാറാണോ എന്നുവരെ ചോദിച്ച ഒരു സമയം. പിന്നീടാണ് VD സതീശൻ്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ. അതായത് UDF മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇതേ മുഖ്യമന്ത്രി, അതായത് ഉമ്മൻചാണ്ടി തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് VD സതീശൻ യാതൊരുവിധ സംശയവുമില്ലാതെ ഉറച്ചു പറയുന്നു. ഇതിവിടെയും കഴിയുന്നില്ല ഉമ്മൻചാണ്ടിയോടുള്ള കോൺഗ്രസ്സുകാരുടെ പക, തീരാത്ത പക. എന്നിട്ട് VD സതീശൻ പറയുന്നുണ്ട്, ഉമ്മൻചാണ്ടി ഇതിനു മുൻപ് K കരുണാകരനെ വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് ഒപ്പം നിന്നു. അതായത് അന്ന് പ്രത്യക്ഷത്തിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു K കരുണാകരനെ വീഴ്ത്താൻ. രണ്ടാമത് AK ആൻ്റണിയെ വീഴ്ത്തുന്നതിന് വേണ്ടി പരോക്ഷമായി പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി എന്നും വ്യക്തമാക്കുന്നു. അതുകൊണ്ട് കാലം കാത്തുവെച്ചതാണ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ നീതി എന്നുള്ള വിവരവും ഈ പറയുന്ന അതേ VD സതീശൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ തീവെട്ടിക്കൊള്ളക്കാരനായി പിന്നിൽ നിന്ന് പാലം വലിക്കുന്ന കൊടും ചതിയനായി പോലും VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഉമ്മൻചാണ്ടിയെ വിശേഷിപ്പിച്ചു. ഒരു തൻ്റെടമില്ലാത്ത മുഖ്യമന്ത്രിയായി സ്വന്തം സഭയിലിരിക്കുന്ന ഒരു മന്ത്രി പോലും കളിയാക്കി. ഒരു നിയമസഭാ ഉപസമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് വരെ ചോദിക്കുന്നൊരവസ്ഥ കേരളം കണ്ട. അപ്പം അദ്ദേഹം തന്നെ TM ജേക്കബ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, SNC ലാവലിനാണോ പാം ഓയിലിന് അഴിമതിയാണോ ഏറ്റവും വലിയ അഴിമതി? ഇതൊന്നുമല്ല, പകരം ഉമ്മൻചാണ്ടി നടത്തിയതാണ് ഏറ്റവും വലിയ അഴിമതി എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു TM ജേക്കബ്. അതിനുശേഷം ഈ സോളാർ വിഷയം കത്തിപ്പടരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി ഇവിടെ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് കരുനീക്കം നടത്തി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരെ പോലും അറസ്റ്റ് ചെയ്യിക്കുന്ന നാടകീയ രംഗങ്ങൾ വരെ ഒരുക്കി. അപ്പോൾ ആരാണ് വേട്ടയാടിയത്? CPM ആണോ അതോ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണോ? ഇതേപോലെ തന്നെ മറ്റൊരു അവസ്ഥ കൂടി ഉണ്ടായി. ഉമ്മൻചാണ്ടിക്കെതിരായി ഒരു റാലിയിൽ നിന്നുകൊണ്ട് K കരുണാകരൻ്റെ മകൻ K മുരളീധരൻ വലിയ വായിൽ അദ്ദേഹം കരിഞ്ചന്തക്കാരുടെയും തീവെട്ടിക്കൊള്ളക്കാരുടെയും ഏജൻ്റാണെന്ന് പറയുന്നു, ഭൂമാഫിയയുടെ ഏജൻ്റാണ് എന്ന് പറയുന്നു തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തെ കള്ളനാക്കാം, ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഏറ്റവും വലിയ കള്ളന് കഞ്ഞി വെച്ചവനാക്കി ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് പോയതും ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതുകൊണ്ടാണ് മറിയാമ്മ ഉമ്മൻ പറഞ്ഞത്, എൻ്റെ ഭർത്താവായ ഉമ്മൻചാണ്ടി ഏറ്റവും അധികം മനോവേദന എടുത്തുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പോലും ആ വീട്ടിലേക്കെത്തി അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു തലോടൽ കൊണ്ടോ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു കോൺഗ്രസ് നേതാവിനെയും കണ്ടിരുന്നില്ല എന്ന് അനുസ്മരണ യോഗത്തിനിടയിൽ ആ മറിയാമ്മ ഉമ്മൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് തന്നെയാണ് അവർക്ക് വേണ്ടിയിരുന്നത്, ആ അധികായനായ നേതാവിനെ താഴെ ഇറക്കുക, ഒന്നുമില്ലാത്തവനായി തീർക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ അഴിമതി കഥകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സോളാർ അഴിമതി നടന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി എന്നുള്ള നിലയിൽ സോളാർ അഴിമതി നടക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിലാണ്. ഏറ്റവും അധികം ഉമ്മൻചാണ്ടിയും KM മാണിയും K ബാബുവും കുറ്റക്കാരനായി മാറിയ ബാർക്കോഴ അഴിമതി നടക്കുന്നതും ഇതേ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിലാണ്. അതിനുശേഷം ഇവിടെ ദേശീയപാതകളിലും അതോടൊപ്പം വാഹനങ്ങളിലുമൊക്കെ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മറ്റൊരു അഴിമതി കൂടി നടന്നത് ഇതേ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ. പക്ഷേ അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും 18 മാസത്തോളം പെൻഷൻ്റെ കുടിശ്ശിക വാങ്ങാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്ന ഒരു പറ്റം വാർദ്ധക്യരുടെ അല്ലെങ്കിൽ ഒറ്റുപറ്റം സാധാരണക്കാരുടെ നാടായിരുന്നു കേരളം. അവർക്കൊന്നും കൊടുക്കാൻ ഖജനാവിൽ പണമില്ല, അവർക്ക് നൽകാൻ ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ കഴിയാത്ത ദുരവസ്ഥ. ഇത്തരത്തിലുള്ള നിരവധി ദുരവസ്ഥകളിൽപ്പെട്ട് ഉഴലുന്ന ഒരു വലിയ വിഭാഗമുണ്ടായിരുന്നു ഈ നാട്ടിൽ. ഈ നാട്ടുകാരെ ഒന്നും മനസ്സിലാക്കാതെയായിരുന്നു ഒരുപക്ഷെ സോളാർ അഴിമതിയും അതോടൊപ്പം നമ്മളെല്ലാം കേട്ട് പഴകിപ്പോയ ബാർക്കോഴയും സൈൻ ബോർഡ് അഴിമതിയും തുടങ്ങി അങ്ങനെ നിരവധിയായ അഴിമതികൾ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന് ഓർക്കുക, ഈ പറയുന്ന ചരിത്രപരമായ കള്ളത്തരം ഇനിയും ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള ടീമിന് പറയാൻ കഴിയില്ല. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതേ ആൾക്കാരെ തന്നെ അല്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയെ തന്നെ എടുത്തുയർത്തി വാനോളം പൊക്കി ഒടുവിൽ വിശുദ്ധ പദവിയും നൽകിക്കൊണ്ട് ആദരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാലത്തിൻ്റെ കാവ്യനീതി. അല്ലാന്നുണ്ടെങ്കിൽ 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കോൺഗ്രസ് കൂട്ടം.